ഹലോ ആൾ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ യൂറോപ്യന്മാരുടെ ആഗമനത്തെക്കുറിച്ചാണ് പറഞ്ഞിരുന്നത്. അതിൽ പോർച്ചുഗീസുകാരെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ ക്ലാസ്സിൽ നമുക്ക് ഡച്ചുകാരെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഡച്ചുകാർ ഇന്ത്യയിലേക്ക് വന്ന വർഷം 1595 ലന്തക്കാർ എന്നറിയപ്പെടുന്ന ഡച്ചുകാർ ഇന്ത്യയിലേക്ക് കടൽമാർഗം കച്ചവടത്തിനെത്തുന്ന ആദ്യത്തെ പ്രൊട്ടസ്റ്റന്റ് ജനവിഭാഗമാണ്. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെടുന്നത് 1602 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെടുന്നത് 1600 പിന്നീട് ഡച്ചുകാർ ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്നതിന് ശേഷം ഒരു ഭരണാധികാരിയുമായിട്ട് ആദ്യമായിട്ട് ഒരു ഉടമ്പടി വയ്ക്കുന്നുണ്ട്. സാമൂതിരിയുമായിട്ടാണ് 1604 പോർച്ചുഗീസുകാരായിരുന്നു ഡച്ചുകാർക്ക് മുൻപേ കേരളത്തിൽ ഉണ്ടായിരുന്നത്. അവരിൽ നിന്ന് ഡച്ചുകാർ അധികാരം പിടിച്ചെടുക്കുന്നത് കൊല്ലത്ത് വെച്ചിട്ടായിരുന്നു 1658 കൊച്ചിയും കൊല്ലമൊക്കെ പോർച്ചുഗീസുകാരുടെ കീഴിലായിരുന്നു. കൊച്ചി ഡച്ചുകാർ പിടിച്ചെടുക്കുന്നത് 1661 അതിനുശേഷം പോർച്ചുഗീസുകാർ ഗോവയിൽ മാത്രമായി ചുരുങ്ങിപ്പോയി. നമ്മൾ സാമൂതിരിയൊക്കെ സ്വാതന്ത്ര്യ സമര സേനാനി എന്ന പേരിൽ വളരെ പ്രസിദ്ധനാണ്. അദ്ദേഹം ഡച്ചുകാരുമായി ചേർന്നിട്ട് നമ്മുടെ നാട്ടിലെ തന്നെ ഒരു നാട്ടുരാജാവിനെ ആക്രമിക്കുകയുണ്ടായി. വെട്ടൻ യുദ്ധമാണ് എന്നറിയപ്പെടുന്നത്. വെട്ടത്തെ രാജാവിനെ ആക്രമിക്കുകയാണ് ചെയ്യുന്നത് 1691. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണിത്. അതുപോലെ ഡച്ചുകാരുടെ പ്രധാനപ്പെട്ട ഒരു സംഭാവനയാണ് ചേറ്റുവക്കോട്ട. ചേറ്റുവക്കോട്ട ഗുരുവായൂരിലാണ് ഡച്ചുകാർ നിർമ്മിച്ചിട്ടുള്ളത്. ചേറ്റുവക്കോട്ട 1714 ഡച്ചുകാർ നിർമ്മിച്ചു തുടങ്ങി. പൂർണ്ണമാവുന്നത് 1717 ഡച്ചുകാരുടെ പതനത്തിന് കാരണമായ യുദ്ധം കുളച്ചൽ യുദ്ധമാണ്. 1741 കുളച്ചൽ യുദ്ധം നടന്നത്. മാർത്താണ്ഡവർമ്മയാണ് ഇതിന് നേതൃത്വം കൊടുത്തത്. കുളച്ചൽ യുദ്ധത്തിൽ ഡച്ച് സൈന്യത്തിന് നേതൃത്വം കൊടുത്തത് ഡില്ലനായാണ്. ഈ ഡില്ലനായെ പിന്നെ മാർത്താണ്ഡവർമ്മ കീഴടക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ സൈനിക തലവനാക്കി മാറ്റുകയൊക്കെ ഉണ്ടായി. തിരുവിതാംകൂറിൻ്റെ വലിയ പടത്തലവൻ, തിരുവിതാംകൂറിൻ്റെ കപ്പിത്തൻ എന്നൊക്കെ ഈ ഡില്ലനായി അറിയപ്പെടുന്നത്. ഡില്ലനായി താമസിച്ചിരുന്നത് ഉദയഗിരി കോട്ട, കന്യാകുമാരിയിലുള്ള ഉദയഗിരി കോട്ടയിലായിരുന്നു. അവിടെ തന്നെയാണ് ഡില്ലനായി സ്മാരകവും സ്ഥിതി ചെയ്യുന്നത്. 1741 കുളച്ചൽ യുദ്ധമാണ് നമ്മുടെ ഡച്ചുകാരുടെ പതനത്തിന് കാരണമായി എന്ന് പറഞ്ഞു. 1753 മാവേലിക്കര ഉടമ്പടിയിലൂടെയാണ് ഡച്ചുകാരുടെ പൂർണ്ണമായ പതനം സംഭവിക്കുന്നത്. ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിലാണ് മാവേലിക്കര ഉടമ്പടി നടത്തുന്നത്. ഡച്ചുകാർ നമ്മുടെ കേരളത്തിൽ എത്തിയതിനു ശേഷം ഒരുപാട് സംഭാവനകൾ തന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഹോർത്തൂസ് മലബാറിക്കസ്. മലബാറിലെ ഔഷധ സസ്യങ്ങളെ കുറിച്ചാണ് ഈ കൃതിയിൽ പരാമർശിക്കുന്നത്. ലാറ്റിൻ ഭാഷയിലാണ് ഇത് രചിക്കപ്പെട്ടിട്ടുള്ളത്. ഇതിന് സഹായിച്ച ഡച്ചുകാരൻ അഡ്മിറൽ വാൻഡിഡാണ്. പല മതവിഭാഗത്തിൽപ്പെട്ടവരും ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയ്ക്ക് സഹായിച്ചിട്ടുണ്ട്. ഈഴവ വൈദ്യൻ ഇട്ടി അച്യുതൻ, കാർമൽ പുരോഹിതൻ ജോൺ മാത്യൂസ്, ബ്രാഹ്മണർ അപ്പുഭട്ട്, രംഗഭട്ട്, വിനായകഭട്ട് എന്നിങ്ങനെ പല ആൾക്കാരും ഇതിന് സഹായിച്ചിട്ടുണ്ട്. ലാറ്റിൻ ഭാഷയിലാണ് ഇത് രചിക്കപ്പെട്ടതെന്ന് പറഞ്ഞു. ഇംഗ്ലീഷ്, മലയാളം ഭാഷകളിലേക്ക് ഇത് വിവർത്തനം ചെയ്തത് ഡോക്ടർ KS മണിലാലാണ്. മലയാളം പതിപ്പിന് നേതൃത്വം നൽകിയത്, പതിപ്പിന്റെ പ്രസിദ്ധീകരണത്തിന് നേതൃത്വം നൽകിയത് കേരള സർവകലാശാലയായിരുന്നു. അതുപോലെ നമ്മുടെ മലയാള ലിപി ആദ്യമായിട്ട് അച്ചടിച്ച ഗ്രന്ഥം ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. സമ്പൂർണമായും മലയാളത്തിൽ രചിക്കപ്പെട്ട ഗ്രന്ഥം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംക്ഷേപ വേദാർത്ഥാണ്. അത് മാറിപ്പോവരുത്, പ്രത്യേകം ഓർത്തു വെക്കുക. തെങ്ങ് എന്ന മലയാളം വാക്കാണ് ഇതിൽ ഹോർത്തൂസ് മലബാറിക്കസിൽ അച്ചടിച്ചു വന്നത്. ഡച്ച് ഗവർണറുടെ ഔദ്യോഗിക വസതിയാണ് ബോൾഗാട്ടി കൊട്ടാരം. കൊച്ചിയിലാണ് ഇതുണ്ടായിരുന്നത്. വേറൊരു കൊട്ടാരം കൂടിയുണ്ട്, ഡച്ച് കൊട്ടാരം. ഈ ഡച്ച് കൊട്ടാരം ശരിക്ക് ഡച്ചുകാർ നിർമ്മിച്ചതായിരുന്നില്ല. പോർച്ചുഗീസുകാർ മട്ടാഞ്ചേരി രാജാവിന് നിർമ്മിച്ചു കൊടുത്തതായിരുന്നു.
മട്ടാഞ്ചേരി പാലസ് എന്നായിരുന്നു ഇത് അറിയപ്പെട്ടിരുന്നത്. പിന്നീട് അത് ഡച്ചുകാർ ഏറ്റെടുത്തത് കുറെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളൊക്കെ നടത്തി ഡച്ച് കൊട്ടാരം എന്ന പേരിൽ പേരുമാറ്റി. ഡച്ചുകാർ കേരളത്തിൽ വന്നതിന് ശേഷം ഒരുപാട് സംഭാവനകൾ തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. മെയിനായിട്ട് തന്ന സംഭാവന എന്ന് പറയുന്നത് ഈ ഹോർത്തൂസ് മലബാറിക്കസ് എന്ന കൃതി തന്നെയാണ്. പിന്നീട് കുഷ്ഠരോഗ ആശുപത്രി സ്ഥാപിക്കുകയുണ്ടായി. പള്ളിപ്പുറം, കൊച്ചിയിലെ പള്ളിപ്പുറത്താണ് ഇത് സ്ഥാപിച്ചിട്ടുള്ളത്. തിരുവനന്തപുരത്തും പള്ളിപ്പുറം ഉണ്ട്, അതുകൊണ്ടാണ് കൊച്ചിയിലെ പള്ളിപ്പുറം എന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ കേരളം എന്ന് പറയുന്ന തെങ്ങ് കൃഷിക്ക് പേര് കേട്ടതാണ്. ശാസ്ത്രീയമായ തെങ്ങ് കൃഷി കേരളത്തിന് പരിചയപ്പെടുത്തിയത് ഡച്ചുകാരാണ്. അതേപോലെ തന്നെ വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉപ്പ് ഉൽപ്പാദിപ്പിക്കൽ, തുണികളിൽ ചായം മുക്കൽ, ഇതൊക്കെ ഡച്ചുകാരുടെ സംഭാവനയാണ്. ദേവസ്വം ബോർഡ് LD ക്ലർക്കിനൊക്കെ ചോദിച്ചു വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഈ ഡച്ചുകാർ സംഭാവന ചെയ്ത വലിയ 2 മണികളുള്ള ക്ഷേത്രം, വർക്കല ജനാർദ്ദന സ്വാമി ക്ഷേത്രം. അതിൻ്റെ പിറകിലുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഡച്ചുകാർ അവരുടെ ഒരു കപ്പലുമായി പോകുന്ന സമയത്ത് ഈ ക്ഷേത്രത്തിന് സമീപം എത്തിയപ്പോൾ ഈ കപ്പൽ ചലിക്കാതായി. അപ്പോൾ അവരിങ്ങനെ അവിടുത്തെ നാട്ടുകാരൊക്കെ പറഞ്ഞു, ഇങ്ങനെ ഒരു ക്ഷേത്രമുണ്ട്, അവിടെ ചെന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെയോ വഴിപാട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ സ്വാഭാവികമായിട്ട് കപ്പൽ മുന്നോട്ട് പോകും എന്നൊക്കെ പറഞ്ഞു. അവരങ്ങനെ അതേപോലെ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ച് വഴിപാടുകളൊക്കെ നടത്തിയതിന് ശേഷം തിരിച്ചു വന്നപ്പോൾ കപ്പൽ മുന്നോട്ട് പോകാനും തുടങ്ങി. അതിന് പകരമായിട്ട് ഈ 2 മണികൾ ഈ ക്ഷേത്രത്തിലേക്ക് സംഭാവന ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പോൾ ഡച്ചുകാരുടെ അധപതനത്തിന് കാരണമായത് എന്തൊക്കെയായിരുന്നു? കുളച്ചൽ യുദ്ധം, മാവേലിക്കര ഉടമ്പടി, അതേപോലെ തന്നെ ഡച്ചുകാർക്ക് ശേഷം വന്നത് ബ്രിട്ടീഷുകാരായിരുന്നു. ആ ബ്രിട്ടീഷുകാരുടെ വരവ് ഡച്ചുകാരുടെ അധപതനത്തിന് കാരണമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനു മുൻപുണ്ടായിരുന്നത് പോർച്ചുഗീസുകാരായിരുന്നു എന്ന് പറഞ്ഞു. ഈ പോർച്ചുഗീസുകാർ വരുന്ന കാലത്ത് ഇവിടെയുള്ള നാട്ടുരാജാക്കന്മാർക്കൊന്നും അധികം സൈനിക ബലമോ അല്ലെങ്കിൽ സൈനിക കാര്യങ്ങളിൽ കൂടുതൽ അറിവോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഈ ഡച്ചുകാർ വന്ന സമയത്ത് ഈ കാര്യങ്ങളിലൊക്കെ ഇവരെ എതിർത്ത് നിൽക്കാനുള്ള കാര്യങ്ങളിലൊക്കെ കൂടുതൽ അറിവ് അവർക്ക് കിട്ടി. അപ്പോൾ ഈ നാട്ടുരാജാക്കന്മാരുടെ സൈനിക ബലം കൂടിയതും ഡച്ചുകാരുടെ അധപതനത്തിന് കാരണമായിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഡച്ചുകാരെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി റിവൈൻഡ് ചെയ്യുക കാര്യങ്ങളൊക്കെ. ഡച്ചുകാർ ഇന്ത്യയിൽ വന്ന വർഷം 1595 ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് 1692 കൊല്ലത്ത് വെച്ചിട്ടാണ് പോർച്ചുഗീസുകാരിൽ നിന്ന് അധികാരം പിടിച്ചെടുക്കുന്നത്. ബെട്ടൻ യുദ്ധം 1691 സാമൂതിരിയും ഡച്ചുകാരും ചെന്ന് വെട്ടത്ത് രാജാവിനെ ആക്രമിക്കുന്നത്. പിന്നെ ചേറ്റുവ കോട്ട തൃശ്ശൂരിലാണ് ഉള്ളത് 1714. ഡച്ചുകാരുടെ പതനത്തിന് കാരണമായ യുദ്ധം കുളച്ചൽ യുദ്ധം 1741 മാർത്താണ്ഡവർമ്മ നടത്തിയതാണത്. ഡില്ലനായാണ് കുളച്ചൽ യുദ്ധത്തിന് ഡച്ച് സൈന്യത്തിന് നേതൃത്വം കൊടുത്തത്. പിന്നെ മാവേലിക്കര ഉടമ്പടി 1753 മാർത്താണ്ഡവർമ്മയുമായി ഒപ്പുവെച്ചു. ഹോർത്തൂസ് മലബാറിക്കസ് ആണ് പ്രധാന സംഭാവന. ലാറ്റിൻ ഭാഷയിൽ രചിച്ച ഈ കൃതിയിലാണ് മലയാള ലിപി ആദ്യമായി അച്ചടിച്ചു തന്നത്. അഡ്മിറൽ ബാൻഡിഡ് എന്ന ഡച്ചുകാരനാണ് രചനയ്ക്ക് സഹായിച്ചത്. അതുപോലെ ബോൾഗാട്ടി കൊട്ടാരം ഡച്ച് ഗവർണറുടെ ഔദ്യോഗിക വസതിയായിരുന്നു. കൊച്ചിയിലായിരുന്നു ഇതുണ്ടായിരുന്നത്. കുഷ്ഠരോഗ ആശുപത്രി, പള്ളിപ്പുറം കൊച്ചിയിലെ പള്ളിപ്പുറത്തുള്ള കുഷ്ഠരോഗ ആശുപത്രി, ശാസ്ത്രീയമായ തെങ്ങ് കൃഷി, തുണികൾ ചായമുക്കൽ തുടങ്ങിയവയ്ക്ക് ഡച്ചുകാരുടെ സംഭാവനയായിരുന്നു. ഇതൊക്കെയാണ് പ്രധാന ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബ്രിട്ടീഷുകാരെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.